الحمد لله الواحد الأحد الفرد الصمد اليولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അനുഗ്രഹീതവും ധന്യവുമായ നമ്മുടെ സലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ കൊണ്ടും നിറയ്ക്കപ്പെട്ട സ്വർഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, അള്ളാഹു അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നന്മയുടെ കവാടങ്ങളും നമുക്ക് ഓരോരുത്തർക്കും തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹത്തായ സ്ഥാപന അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറയുന്നു, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹാ നിസാഅ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്നും ഇതിന്റെ ഇണകളെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്ന് തന്നെ അല്ലാഹു തആല ധാരാളമായി ആണായിട്ടും പെണ്ണായിട്ടും ജനപദങ്ങളെ സംവിധാനിച്ചു. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്തുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകന്റെ ചരിതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതം താളപ്പിഴയിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാര്യ ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യയോടും ധാരാളമായി കടമയുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമകൾ ധാരാളമായി ഭാര്യമാരോട് പറയാറുണ്ട്, ഭാര്യമാരുള്ള കടമകൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്. ഇത് രണ്ടും വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശമാഇൽ തുർമുദിയിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, 11 സഹോദരിമാർ അവർ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത്. എന്നിട്ട് അവരുടെ നിർദ്ദേശം പരസ്പരം അവരുടെ ഭർത്താക്കന്മാരുടെ ഗുണഗണങ്ങൾ, കുറവുകൾ, പോരായ്മകൾ അത് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ ഒരുമിച്ച് കൂടിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബഅഹ വഖിസ്സതഹ മഅ അബീ സറഅ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സറഇന്റെ ഭാര്യയായ ഉമ്മു സറഅ എന്ന പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട ഭർത്താവിനെ പറ്റി വളരെയധികം മദ്ഹ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ, അവരുടെ ഭർത്താവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു. മറ്റുള്ളവർ പോരായ്മകൾ പറഞ്ഞപ്പോൾ ബകാനത്ത് മിൻഹുന്ന ഇംറഅത്തുൻ ആഖിലത്തുൻ ഹകീമത്തുൻ, ബുദ്ധിമതിയായ വിവേകശാലിയായ ഉമ്മു സറഅ എന്ന പ്രിയപ്പെട്ട സഹോദരി, മുഖദ്ദിറത്തുൽ ലിശഅനി സൗജിഹ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു. ഫദകറത് മിൻ അഖ്ലാഖിഹി, പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വഭാവഗണങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അന്നഹു കാന കരീമം മഅഹാ, അവർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മാന്യമായി പെരുമാറിയവരായിരുന്നു. യുഗ്ദികു മിൻ മാലിഹി അലൈഹാ, അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ ധാരാളമായി ചെലവഴിച്ചിരുന്നു. വയബ്ദുലു മിൻ ഖൈരിഹി ലഹാ, എല്ലാ നന്മയിലും മുന്തിക്കുമായിരുന്നു. വയുനിസുഹാ വയതലത്തഫു മഅഹാ, അവരോട് നേരം പോക്കാകുന്ന കഥകൾ പറയാറുണ്ടായിരുന്നു. വയുസ്ഇദുഹാ വയുക്രിമു അഹ്ലഹാ, പ്രിയപ്പെട്ട ഭർത്താവ് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബക്കാരെ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു.
ഇത് പറഞ്ഞതോ തിൽകുമുൽ മർഅതു ഹിയ ഉമ്മു സറഅ, ഉമ്മു സറഅ എന്ന സഹോദരിയാണ് പറഞ്ഞത്. അല്ലതി കസ്സത്ത് ഉമ്മനാ ആയിഷ റളിയല്ലാഹു അൻഹാ. ഈ സംഭവം പൊന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് പറഞ്ഞു, കുന്തു ലക്കി കഅന്നി കഅബീ സറഅ ലി ഉമ്മി സറഅ. ഉമ്മു സറഅനെ അബൂ സറഅ എപ്രകാരമായിരുന്നു അതേപോലെയല്ലേ ഞാനും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഅജാബതുഹു റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബൽ അന്ത ഖൈറുൽ ലീ മിൻ നബി സറഅ, അബൂ സറഇനേക്കാൾ എത്രയോ മേലെയാണ് അങ്ങ് എനിക്ക് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആലോചിച്ചു നോക്ക്, പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താവിനെ പറ്റി നന്മകൾ പറയാൻ കഴിയുന്നവരാകണം. എത്ര പേര് പറയും അല്ലേ? അത്ഭുതമാണ്, പ്രായമാകുമ്പോഴാണ് വഴക്കുകൾ കൂടുന്നത്, പിണക്കങ്ങൾ കൂടുന്നത്, അകൽച്ചകൾ കൂടുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ശഅബാന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽവൃത്തയായ ഭാര്യയെ പറ്റി പറയുകയാണ്, ഫസ്സാലിഹാത്ത് കാനിതാത്ത്. പ്രിയപ്പെട്ട നൽവൃത്തയായ ആരാണെന്നറിയോ? ഫസ്സാലിഹാത്തു കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സൽവൃത്തയായ ഭാര്യ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ്. മാത്രമല്ല ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു എന്തെല്ലാം സൂക്ഷിക്കാൻ പറഞ്ഞോ അതെല്ലാം ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ സൂക്ഷിക്കുന്നവളാണ് സൽവൃത്തയായ ഭാര്യ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള, നന്ദിയുള്ള, ഇഷ്ടമുള്ള, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഭാര്യമാരായി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജോലിക്കാരിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുടുംബത്തോടുള്ള കടമ, പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമ, മക്കളോടുള്ള കടമ, അതെല്ലാം നമ്മൾ പൂർത്തീകരിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ട ഭർത്താവിനോട് നമ്മൾ എല്ലാ അർത്ഥത്തിലും നന്ദിയുള്ളവരാകണം. പ്രിയപ്പെട്ട ഭർത്താവിനോട് നന്ദിയുള്ളവരാകണം. അവളുടെയും അവന്റെയും ആളുകളോട് ഭർത്താവിനെ പറ്റി നന്മകൾ പറയാൻ കഴിയണം. ഒരു ഹദീസിൽ കാണാം, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തുഷ്കറു ലിസൗജിഹാ. അല്ലാഹു തആല ഒരു സഹോദരിയുടെ മുഖത്തേക്ക് നോക്കില്ല, ഒരു സഹോദരിയിലേക്ക് നോക്കില്ല. ലാ തഷ്കുറു ലിസൗജിഹാ, അവൾ അവളുടെ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ള സഹോദരിമാരായി, ഭാര്യമാരായി മാറാൻ ശ്രമിക്കണമെന്ന് കൂടി സന്ദർഭോചിതമായി അറിയിക്കുകയാണ്. ധാരാളം കടമകളുണ്ട്. ഒരു നല്ല ഭർത്താവിനോട് ഒരു നല്ല ഭാര്യയ്ക്കുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ മോശമായ ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ട കടമ പ്രിയപ്പെട്ട ഭാര്യയ്ക്കുണ്ട്
എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ സഹോദര സമുദായമായ ഹൈന്ദവ സഹോദരംഗങ്ങൾ അവർ കല്യാണം കഴിക്കുമ്പോ മണവാട്ടിക്കും മണവാളനും കൊടുക്കുന്ന, അവരുടെ കർമ്മം നടത്തി കൊടുക്കുന്ന പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട മകളെ വിളിച്ചിട്ട് പറയും, മോളെ നീ അരുന്ധതി നക്ഷത്രത്തെ പോലെയാകണം. എന്താണ് അരുന്ധതി നക്ഷത്രത്തിന്റെ പ്രത്യേകത? അരുന്ധതി നക്ഷത്രം ധ്രുവ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രമാണ്. ആ അരുന്ധതി നക്ഷത്രത്തെ പോലെയാകണം. കാരണം നിന്റെ ഭർത്താവിന് ജീവിതത്തിൽ പരാജയമുണ്ടാകാം, വിജയമുണ്ടാകാം. അപ്പോഴെല്ലാം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവളായി മോളെ നീ മാറണം. മരുമകനോട് പറയുന്ന ആണോ പുതിയാപ്പിളയോട് പറയുന്നു, ധ്രുവ നക്ഷത്രത്തെ പോലെ നീ ആകണം. കാരണം ആ ധ്രുവ നക്ഷത്രം വലിയ ഉന്നതമായ ഹൈ പൊസിഷൻ നിൽക്കുന്ന നക്ഷത്രമാണ്. നീ ജീവിതത്തിൽ എല്ലാ മേഖലകളും എത്തിപ്പിടിക്കാൻ, പരമാവധി വിജയം നേടാൻ വേണ്ടി നീ ശ്രമിക്കണം. അതേപോലെ ധ്രുവ നക്ഷത്രം ഉന്നതമായ അവസ്ഥയിലാണുള്ളത്. അതേപോലെ നീ ഉന്നതമായ പടവുകൾ കീഴടക്കണം എന്ന് പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരാകുന്ന വധൂവരന്മാരോട് പ്രിയപ്പെട്ട സഹോദരന്മാര് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിച്ചത്, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനോടുമുള്ള കടമകൾ വളരെ വ്യക്തമായി വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് എന്നുള്ള ഏറ്റവും ഉന്നതമായ വിശേഷണമാണ് വിശുദ്ധമായ ഖുർആനിലൂടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ, ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ വീടി മുന്നോട്ട് പോയി ജീവിതം സന്തോഷകരമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ധാരാളം സഹോദരന്മാര് നമ്മുടെ സ്ഥാപനത്തിന്റെ സഹായികള്, അഭ്യുതകാംക്ഷികള്, ഗുണകാംക്ഷികള് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബർക്കത്തും